ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ്. മറ്റന്നാൾ ജൂലൈ മാസം 17-ാം തീയതി കർക്കിടകം 1-ാം തീയതിയാണ്. കർക്കിടകം 1 എന്ന് പറയുന്നത് രാമായണ മാസം ആരംഭമാണ്, പുണ്യമാസ കാലമാണ്. ഈ ഒരു കർക്കിടകം 1 മുതൽ ഒരു 7 രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എല്ലാ തരത്തിലുള്ള ജീവിത പ്രാരാബ്ധങ്ങൾ, പ്രതിസന്ധികളിൽ നിന്ന് മുക്തമാകുന്ന ഒരു സമയം, ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ ലഭിക്കുന്ന ഒരു 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. എത്ര വലിയ ദുഃഖദുരിതങ്ങളിൽ, കഷ്ടനഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ച് മുന്നേറാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഐശ്വര്യം ലഭിക്കുന്ന മാസമാണ് കർക്കിടകം 1 മുതൽ. ജീവിതത്തിൽ നല്ല മാറ്റങ്ങളാണ് ഈ പറയുന്ന 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം ഇവിടെ പറയുന്ന രാശികളിൽ ജനിച്ച നക്ഷത്രത്തിൽ ഉള്ള വ്യക്തികൾ എല്ലാവരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ ജാതകവശാൽ ഇപ്പോൾ നല്ല ഒരു ദശാകാലഘട്ടമാണോ നടക്കുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. പല വ്യക്തികളും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അമ്മൻ ജ്യോതിഷത്തിൻ്റെ എല്ലാ വീഡിയോയിലും പ്രത്യേകം എടുത്തു പറയുന്ന ഒന്നാണ് ജനന ജാതകത്തിൻ്റെ പ്രാധാന്യം. നമ്മുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾക്ക് നമ്മളെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിവുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ജാതകവശാൽ അത്രമേൽ പാപനല്ലാത്ത ഒരു ഗ്രഹത്തിൻ്റെ, ഒരു സമനായിട്ടുള്ള ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം നൽകുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് പോലും ഈ കർക്കിടകം 1 മുതൽ വളരെ വലിയ മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. സ്വന്തം ജനന ജാതകപ്രകാരം ഒരു പൂർണ്ണ ശുഭഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്നതിലപ്പുറം ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയവുമാണ്. സ്വന്തം ജനന ജാതകപ്രകാരം അത്രമേൽ ബലഹീനനായ ഒരു പാപഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ ഈ പറയുന്ന ഗുണഫലങ്ങളിൽ ഒരു കുറവ് അനുഭവത്തിൽ വരിക. അത് മനസ്സിലാകണമെങ്കിൽ അവരവരുടെ ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകണം. കർക്കിടകം 1 മുതൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ, ജീവിത വിജയങ്ങൾ ലഭിക്കുന്ന രാശികളിൽപ്പെട്ട ആ നക്ഷത്ര ജാതകർ ആരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന അത്രമേൽ നല്ലൊരു കാലം ആരംഭിക്കുവാൻ പോവുകയാണ്. ഈ പുണ്യമാസക്കാലത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ നല്ല മാറ്റങ്ങൾ, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് ലഭിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള ആ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ മുന്നോട്ടുള്ള സമയം വിട്ടുമാറും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഇടവം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും അതിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ മെച്ചപ്പെട്ട് നല്ലതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും. മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, സുഖം ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി, നന്മ വന്നു ചേരുന്നത്. പണം സംബന്ധമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് അത് വിട്ടുമാറുകയും ചെയ്യും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല നന്മകളുമാണ് നിങ്ങൾക്ക് കർക്കിടകം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. അതുപോലെ കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും സാധിക്കും. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു സമ്പാദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം, ആ പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് ഒരു നല്ല സമ്പാദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്.
നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റാൻ പറ്റുന്ന സമയം. അവരവരുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം, നല്ലൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ആരൊക്കെയാണോ ആരോഗ്യപരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, അവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുക, നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ നിങ്ങൾക്ക് ഫലത്തിൽ അനുഭവത്തിൽ ലഭിക്കുക, നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു കാലം, ഒരു സമയവുമാണ്. എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുന്ന സമയം. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ മുന്നോട്ടുള്ള സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ഭൂമി യോഗം, ഭൂമി ഭാഗ്യം, ഒരു ഭൂമി വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ പലർക്കും ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും ഗൃഹപ്രവേശം നടത്തുവാൻ വരെ ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് മുന്നോട്ടുള്ളത്. അതുപോലെ പൂർവികമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ലഭിക്കുന്ന സമയം. ഇടവം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം, കാലം വളരെ വളരെ അനുകൂലമാണ്. ഇടവം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്തൊക്കെ ഒന്ന് പഠിക്കണം, അല്ലെങ്കിൽ വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ്, ഒരു ഉയർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗതി, നല്ല ഉയർച്ച ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടം, നല്ലൊരു സമയമാണ്. ഇടവം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ ഒരു സമയം ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊക്കെ ഒരു സുഖം, സമാധാനം, സന്തോഷം അനുഭവത്തിൽ വരും. ജീവിത പങ്കാളിയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലവുമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് അത്രമേൽ ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. ഈ കാലഘട്ടം ഇടവം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും കർക്കിടകം 1 മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് പറയുമ്പോൾ കർക്കിടകം 1 മുതൽ നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാലം ആരംഭിക്കുകയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ആരൊക്കെയാണോ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ, അവരെ സംബന്ധിച്ച് ആ രോഗദുരിതങ്ങളിൽ നിന്ന് പൂർണ്ണ മുക്തി ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ഏത് തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു ചികിത്സകൾ നടത്തുന്നവരാണെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് ഫലത്തിൽ വരികയും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന സമയവുമാണ്. ചിങ്ങം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത്രമേൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടം, സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മമേഖലയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായി വിട്ടുമാറി കർമ്മമേഖലയിൽ നിങ്ങൾ ഏറ്റവും ഉയർച്ചയിൽ എത്തുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ അവരവർ ചെയ്യുന്ന ജോലി, ആ കർമ്മമേഖല കൊണ്ട് ധാരാളം ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു കാലഘട്ടവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. ജോലി, ബിസിനസ് മേഖലകളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടുമാറുകയും നിങ്ങളുടെ കർമ്മമേഖല, ബിസിനസ് മേഖലയിലൊക്കെ ധാരാളം ധനാഭിവൃദ്ധി, സാമ്പത്തിക ഉയർച്ച, പുരോഗതി ലഭിക്കുന്ന സമയവുമാണ്. ചിങ്ങം രാശിയിൽ വരുന്ന പലർക്കും ഒരു ഗവൺമെൻറ് സർവീസിലേക്കൊക്കെ ഒരു ജോലി ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്കൊക്കെ ഒരു ഗവൺമെൻറ് സർവീസിൽ, സർക്കാർ സർവീസിലേക്ക് ജോലി ലഭിക്കുന്ന ഏറ്റവും നല്ല കാലത്തിൻ്റെ ഒരാരംഭവുമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് പൂർവികപരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. കാലാകാലങ്ങളായിട്ട് അവരവരുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം, സ്വന്തമായിട്ടൊരു ഭൂമി അല്ലെങ്കിൽ ഒരു വീട് എന്നുള്ള സ്വപ്നമൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. സ്വന്തമായി ഭൂമിയോഗം, ഗൃഹയോഗമൊക്കെ വന്നു ചേരുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യങ്ങൾ വന്നു ചേരും.
നിങ്ങൾക്ക് തീരെ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നത്. പണം സംബന്ധമായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് വിട്ടുമാറും എന്നുള്ളതാണ്. അത്രമേൽ സമയം വളരെ അനുകൂലമാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആവലാതികൾ, വേവലാതികൾ, ആശങ്കകൾ വിട്ടുമാറും. ഈ ഒരു കർക്കിടകം 1 മുതൽ നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് അവരവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുക, അല്ലെങ്കിൽ വിദേശ ജോലി ലഭിക്കുക, വിദേശ പഠനത്തിന് സാധ്യമാവുക, അങ്ങനെയുള്ളൊരു കാലഘട്ടം. നിങ്ങളുടെ കുട്ടികൾക്ക് അവരവർ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉയർന്ന് മുന്നോട്ട് പോകുവാനും നല്ല ജോലി, വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെ വന്നു ചേരുന്ന സമയം. അതുപോലെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആ വിവാഹത്തിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്ന ആശങ്ക, ആകുലതകൾ വിട്ടുമാറും. കർക്കിടകം 1 മുതൽ മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു മംഗല്യഭാഗ്യം, അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭവുമാണ്. അവരവരുടെ കുട്ടികളാൽ ചിങ്ങം രാശിയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടവുമാണ്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർക്കിടകം 1 മുതൽ അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ, അതുപോലെ ഈശ്വരാനുഗ്രഹം ഇതൊക്കെ ധാരാളമായിട്ട് വന്നു ചേരുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന പലതരത്തിലുള്ള നന്മകളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഒരു കാലത്തിൻ്റെ ആരംഭവുമാണ്. എത്ര വലിയ കടബാധ്യത, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഈശ്വരാനുഗ്രഹം, ഒരു അവസരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുൻപിലേക്ക് വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഈശ്വരാനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന കാലഘട്ടം. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ചിങ്ങം രാശിയിൽപ്പെട്ട ദമ്പതികൾ ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചികിത്സകൾ നടത്തി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യം ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശ്വരൻ നൽകും. അത്രമേൽ കർക്കിടകം 1 മുതൽ ഏറ്റവും നന്മ നിറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കും. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ഉത്തമമാണ്. കാരണം അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയം. ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർക്കിടകം 1 മുതൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കർക്കിടകം 1 മുതൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, ഐശ്വര്യം, ജീവിത വിജയങ്ങൾ, എല്ലാവിധ നന്മകളും വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന, മാനസിക ബുദ്ധിമുട്ടിലാക്കിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് പൂർണ്ണമായി വിട്ടൊഴിയുന്ന ഒരു സമയം. അത്രമേൽ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അടിത്തറ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും മനസ്സിന് നല്ല ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, സന്തോഷം ലഭിക്കത്തക്ക തരത്തിൽ നല്ല നല്ല ജീവിത അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകം 1 മുതൽ ആരംഭിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു സമയത്ത് വിട്ടുമാറും. കടം സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, അതായത് കടബാധ്യതകളിൽ ബുദ്ധിമുട്ടുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ ആ കടബാധ്യതകളൊക്കെ പരിഹരിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ കടബാധ്യതകൾ വിട്ടുമാറുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക ഉയർച്ച, പണം സംബന്ധിച്ചിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി പണം ധാരാളം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ഒരു അനുഭവം വന്നു ചേരും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ള ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ
നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തൊഴിൽ സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക, അനാവശ്യമായിട്ടുള്ള ഒരു ശത്രുത എതിർപ്പുകൾ ഒക്കെ നിങ്ങളെ വിട്ടൊഴിയുന്ന ഒരു കാലഘട്ടമാണ്. തുലാം രാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് എത്ര നന്മകൾ ചെയ്താലും മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് അനാവശ്യമായിട്ടുള്ള എതിർപ്പുകൾ, ശത്രുതകൾ, ഒരു ശത്രുവായി കാണുന്ന ഒരു അനുഭവമൊക്കെ പലർക്കും ലഭിക്കുന്നുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ സംബന്ധിച്ച് വിട്ടുമാറുന്ന ഒരു സമയം. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് മേഖലയിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും അതുമൂലം നല്ലൊരു ഉയർച്ച, ധനവരവ് ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അനുഭവിക്കുന്ന തുലാം രാശിക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു കാലഘട്ടം തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റം ഉണ്ടാവുകയും നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുകയും ശരീരത്തിന് പുത്തൻ ഉണർവും ഉന്മേഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടവുമാണ്. ഭൂമി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ട് മറ്റ് ചില കാര്യങ്ങൾ, ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടുമാറുക, അല്ലെങ്കിൽ പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരുന്ന ഒരു സമയവുമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ധാരാളമായി വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു സ്നേഹം, സന്തോഷം ഒക്കെ ലഭിക്കുന്ന ഒരു അവസ്ഥയും വന്നു ചേരും. ഈ ഒരു കാലഘട്ടം തുലാം രാശിക്കാരെ സംബന്ധിച്ച് വിവാഹത്തിലുണ്ടായിരുന്ന ആ ഒരു കാലതാമസം, തടസ്സങ്ങൾ വിട്ടുമാറി അനുയോജ്യമായി വിവാഹം നടക്കുക, അതുപോലെ തന്നെ ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം, കാലം ഏറ്റവും അനുകൂലമാണ് എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ജീവിതത്തിൽ നിന്ന് പല പ്രയാസങ്ങളും പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറും എന്നുള്ളതാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങൾ തുലാം രാശിക്കാർക്ക് വന്നു ചേരും. ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നതും. പലർക്കും പലതരത്തിലായിരിക്കും ആ ഒരു ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത്. ചിലർക്ക് അവരവരുടെ ജോലി സംബന്ധം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ട്, ദാമ്പത്യപരമായിട്ട്, പണം സംബന്ധമായിട്ട്, ഇങ്ങനെ പലതരത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഉത്തമമായ ഒരു കാലഘട്ടമാണ് കർക്കിടകം 1 മുതൽ തുലാം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഈ ഒരു കാലഘട്ടത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ ആ ജാതകവശാൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും മനസ്സിലാക്കുവാനും സാധിക്കും. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മുന്നോട്ടുള്ള സമയം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തുലാം രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം, സൗഭാഗ്യം, ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും കർക്കിടകം 1 മുതൽ എല്ലാ കഷ്ടനഷ്ടങ്ങളും വിട്ടുമാറി ആയുരാരോഗ്യ സൗഖ്യങ്ങളും എല്ലാ നന്മകളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളെ പൂർണ്ണമായി വിട്ടൊഴിയുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഈശ്വരാനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് ലഭിക്കുന്ന സമയമാണ്. ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇത്രയും നാളും നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും ഒരു സുഖം ലഭിക്കുന്ന കാലത്തിൻ്റെ ആരംഭമെന്ന് തന്നെ പറയാം ഒറ്റവാക്കിൽ. ഈശ്വരാനുഗ്രഹം ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. മനസ്സിനും ശരീരത്തിനും ഒരേ രീതിയിൽ ഒരു സന്തോഷം, സുഖം ലഭിക്കും. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ഒരു സുഖാനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുക, സാമ്പത്തികം, പണം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടൊഴിയുക, അതുപോലെ വിവാഹിതരാണെങ്കിൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ സന്തോഷം, സുഖം ഉണ്ടാവുക, ചെയ്യുന്ന ജോലി, ആ കർമ്മം എന്താണോ അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് സുഖം എന്ന ഒരു അനുഭവം ലഭിക്കുന്നത്. അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും.
നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് കുറേ കാലങ്ങളായി പലതരത്തിലുള്ള മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളും വിട്ടൊഴിഞ്ഞ് അവരവരുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന തരത്തിൽ ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വിട്ടുമാറും. പണം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. അതുപോലെ തന്നെ ധനുരാശിക്കാരെ സംബന്ധിച്ച് അവരവരുടെ മാതാവിൻ്റെ കാര്യങ്ങളിൽ, ആരോഗ്യകാര്യങ്ങൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറുക, മാതാവിന് നല്ല ആരോഗ്യം ലഭിക്കുക, പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയം. അതുപോലെ മാതാവിനാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നന്മകൾ, ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൻ്റെ ആരംഭവുമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്ന്, നിങ്ങളെ സംബന്ധിച്ച് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ധനുരാശിക്കാർ കുറേ കാലഘട്ടമായി പലരും അനുഭവിക്കുന്ന കർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ, ചിലർക്ക് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ അതിലൊരുപാട് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, സമ്മർദ്ദങ്ങൾ, ഈ ജോലി വിട്ടുമാറി മറ്റൊരു പുതിയ ജോലി, തൊഴിൽ അന്വേഷിക്കേണ്ട സാഹചര്യം, ഇങ്ങനെ പല തരത്തിൽ കർമ്മസംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ധനുരാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് ജോലിയില്ലാത്തവർക്ക് പോലും കർക്കിടകം 1 മുതൽ ശ്രമിച്ചാൽ നല്ലൊരു ജോലി ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി ആ ജോലി നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക. അലച്ചിലുകളൊക്കെ വിട്ടുമാറുന്ന ഒരു സമയം. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന അല്ലെങ്കിൽ സ്വന്തം തൊഴിൽ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ധനുരാശിക്കാർക്കും ആ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറുക, കർമ്മം സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ വിട്ടുമാറുന്ന സമയം. ഒരു വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിദേശ ജോലി ലഭിക്കുന്ന സമയം. വിദേശത്ത് ജോലി ചെയ്യുന്ന ധനുരാശിക്കാരെ സംബന്ധിച്ചും നിങ്ങളുടെ ആ കർമ്മത്തിലുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു കാലവുമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധനുരാശിക്കാർ ധാരാളമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുക, ജീവിത പങ്കാളികൾ തമ്മിൽ പ്രശ്നങ്ങൾ പരസ്പരം തുറന്ന് സംസാരിച്ച് അതിനൊരു പോംവഴി കണ്ടെത്തുക, ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം ലഭിക്കുക, സന്തോഷം, സമാധാനം വന്നു ചേരുന്ന അനുഭവങ്ങൾ ലഭിക്കും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാട, ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ വിവാഹ കാര്യങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിച്ചു വന്ന വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ആ ഒരു വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, കാലതാമസങ്ങൾ വിട്ടുമാറി മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹം ഒക്കെ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ധനുരാശിക്കാർക്ക് കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം പ്രകടമാവുകയും ചെയ്യും. ഈ ഒരു സമയത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാലുള്ള സമയം, കാലം, ദശാസന്ധി ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും കർക്കിടകം 1 മുതൽ സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാലം, സമയമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. കർക്കിടകം 1 മുതൽ അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ വന്നു ചേരും. മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭ ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകളൊക്കെ ഈശ്വരൻ നൽകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണ്. ജീവിതത്തിൽ നിന്ന് അലച്ചിലുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറി മനസ്സിനൊരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ മനസ്സിന് അത്രമേൽ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം, ധൈര്യം വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് ഒന്ന് തെളിയുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം മകരം രാശിക്കാരായ ഓരോരുത്തർക്കും അനുഭവത്തിൽ വരും. കർക്കിടകം 1 മുതൽ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മംഗള കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം എല്ലാ പാഴ്ചിലവുകളും വിട്ടുമാറി ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലത്തിൻ്റെ ഒരു ആരംഭം തന്നെയാണ്. പലർക്കും കർക്കിടകം 1 മുതൽ മുന്നോട്ടുള്ള സമയം
ഒരു ഭൂമി യോഗത്തിനുള്ള ഒരു സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. അതുപോലെ സ്വന്തമായിട്ട് ഒരു ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഏറ്റവും നല്ല കാലഘട്ടമാണ്. വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരുന്ന സമയം. അതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, ഗൃഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് വരാനിരിക്കുന്നത്. മകരം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് വിദേശ യാത്ര, വിദേശവാസം, വിദേശ ജോലി ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന അത്യുത്തമമായിട്ടുള്ള കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായ യാത്രകൾ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാകും. ഒരു ജോലിയൊക്കെ ചെയ്യുന്ന കർമ്മം സംബന്ധിച്ച് അപ്രതീക്ഷിതമായ യാത്രകൾ അനുഭവത്തിൽ വരിക, ആ യാത്രകളിൽ കൂടെ നേട്ടം ലഭിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ മനസ്സ് തെളിയുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കുക. മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. ചിലരെ സംബന്ധിച്ച് അവരവരുടെ ജോലിയിൽ പ്രതീക്ഷിച്ച ഉയർച്ചയോ നന്മയോ ലഭിക്കാതെ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, മറ്റ് ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതിനുവേണ്ടി ആശുപത്രിവാസങ്ങൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മൂലമുള്ള മാനസിക വിഷമങ്ങൾ, മറ്റു ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പല തരത്തിലാണ് പലർക്കും ഒരു മാനസിക വിഷമം അനുഭവത്തിലുള്ളത്. ചിലരെ സംബന്ധിച്ചൊരു ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ചു, അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, പകുതി വഴിയിൽ പല കടങ്ങൾ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മകരം രാശിയിൽപ്പെട്ട വ്യക്തികൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി അനുഭവിച്ചു വരുന്നവരാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം, സമാധാനം, സുഖം, സന്തോഷം അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതൊക്കെ വിട്ടുമാറുന്നതിനുള്ള ഒരു ധനവരവ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുക. വിദേശ ജോലിക്ക് ശ്രമിച്ചാൽ അതിനുള്ള സമയം വളരെ അനുകൂലമാണ്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മംഗല്യഭാഗ്യം, വിവാഹം വന്നു ചേരുന്ന സമയം, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ, നന്മകളാണ് മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ ഒരുപാട് കാലങ്ങളായി പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയുള്ള മകരം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ, നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകളാണ് നൽകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിക്കുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ചില മകരം രാശിക്കാരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു വേർപിരിയലിൻ്റെ വക്കിൽ വരെയോ അല്ലെങ്കിൽ ദമ്പതികൾ 2 കുടുംബത്തിൽ താമസിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടുമാറി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ദാമ്പത്യ കുടുംബജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറും. അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. പലർക്കും പലതരത്തിലായിരിക്കും ആ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് മാത്രമാണ് ആ ഒരു വ്യത്യാസം. ആ ഒരു ഈശ്വരാനുഗ്രഹം തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് വളരെ നല്ല രീതിയിൽ ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളും, ദുഃഖദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടമാണ് മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാസന്ധി, ദശാകാലങ്ങൾ മനസ്സിലാക്കുക. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകപ്രകാരമുണ്ടോ എന്നുകൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത് വളരെ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കർക്കിടകം 1-ാം തീയതി മുതൽ സർവ്വൈശ്വര്യങ്ങളും വന്നു ചേരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, പ്രശ്നങ്ങളും വിട്ടുമാറുന്ന കാലം ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കർക്കിടകം 1 മുതൽ അത്രമേൽ വന്നു ചേരും എന്നുള്ളതാണ്. ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടുമാറും ഈ ഒരു കാലഘട്ടം. കർക്കിടകം 1-ാം തീയതി മുതൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും വിട്ടൊഴിയുന്ന ഒരു കാലഘട്ടമാണ്. 7ര ശനി ആരംഭിച്ച കാലം മുതൽ തന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രാശിക്കാരാണ് കുംഭം രാശിക്കാർ. ഇപ്പോൾ 7ര ശനിയുടെ പാദശനി കാലഘട്ടമൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി
കുംഭം രാശിക്കാർ എന്താണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പല സംഭവ വികാസങ്ങളും, നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് കുംഭം രാശിയിൽപ്പെട്ട പലർക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് വളരെ നല്ല നിലയിൽ ജീവിച്ച വ്യക്തികൾ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജീവിതം താഴോട്ട്, ആ താഴേക്കുള്ള നിലവാരത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പലർക്കും ചെയ്തുകൊണ്ടിരുന്ന നല്ല ജോലി അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടു പോയ അനുഭവം, അതല്ലെങ്കിൽ മറ്റൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ച് അത് ലഭിക്കാതിരിക്കുക, ചെയ്യുന്ന കർമ്മത്തിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ പലതരത്തിൽ, ചിലരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള രോഗദുരിതങ്ങൾ, ആശുപത്രി വാസങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടായ കടബാധ്യതകൾ, പ്രതിസന്ധികളൊക്കെ പലർക്കും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവത്തിലുള്ളതാണ്. അതുപോലെ തന്നെ പണം സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഒരു ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചാൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, കാലതാമസങ്ങൾ, പ്രതിസന്ധികൾ, അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വണ്ടി വാഹന അപകടങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുണ്ടായ കുംഭം രാശിക്കാരും നിരവധിയാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ചിലർക്ക് ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയ ദാമ്പത്യ കുടുംബജീവിതമൊക്കെ ഒരു വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന കുംഭം രാശിക്കാരും നിരവധിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തമായി ആർക്കും പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ കാലതാമസം അനുഭവപ്പെടുക, പ്രയാസങ്ങൾ, വിവാഹം നിശ്ചയം കഴിഞ്ഞ് അവസാനം മാറിപ്പോകുന്ന അവസ്ഥയും കുംഭം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിലുള്ള ഒന്നാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. നമ്മളേറെ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും പലതരത്തിലുള്ള തിക്താനുഭവങ്ങൾ, വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ അതുമൂലമുള്ള പ്രശ്നങ്ങൾ, കൊടുത്ത പണം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തിരിച്ച് ലഭിക്കാതിരിക്കുക, പണം സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളാണ്. അനാവശ്യമായിട്ട് ഒരുപാട് പാഴ്ചിലവുകൾ, ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ് അനുഭവത്തിൽ വരുന്ന ഒരവസ്ഥ, അതൊക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി കുംഭം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. പണം ഏത് വഴി എങ്ങനെ ചിലവാകുന്നു എന്നറിയാത്ത അവസ്ഥ, കാരണം ലഭിക്കുന്ന പണത്തിനേക്കാട്ടിൽ കൂടുതൽ ചിലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ, അങ്ങനെയാണ് കടബാധ്യതകളൊക്കെ പലർക്കും പലതരത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും, ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. എല്ലാ മാറ്റങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. പണം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വന്നു ചേരുന്ന സമയമാണ്. അത് പല തരത്തിലായിരിക്കും ഓരോ വ്യക്തികൾക്കും ആ ഒരു ധനം വന്നു ചേരുന്ന അനുഭവം ലഭിക്കുക. എല്ലാ പാഴ്ചിലവുകളും പൂർണ്ണമായിട്ട് കുംഭം രാശിക്കാരെ വിട്ടുമാറും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ലഭിക്കുന്ന കാലഘട്ടമാണ്. എല്ലാ തരത്തിലുള്ള പാഴ്ചിലവുകളും നഷ്ടപ്പെടും. അതുപോലെ കുടുംബത്തിലൊരു സന്തോഷം, സമാധാനം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പല പ്രയാസങ്ങളും, പ്രതിസന്ധികളും ഈ കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടുകയും നല്ല രീതിയിൽ ദാമ്പത്യ കുടുംബജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്ന ഒരു നല്ല സമയമാണ്. മനസ്സിലെ പല ആഗ്രഹങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കുവാനും സാധിക്കും. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ, നന്മകൾ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറും. പലർക്കും ഭൂമി യോഗം, ഭൂമി വാങ്ങുവാനുള്ള യോഗം, ഗൃഹനിർമ്മാണത്തിനുള്ള യോഗം, ഇതൊക്കെ വന്നു ചേരുന്ന കാലഘട്ടം. അതുപോലെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ വഴി ലഭിക്കേണ്ട ഭൂമി, അതൊക്കെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയവുമാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറും. നിങ്ങളുടെ ആരോഗ്യത്തിലൊക്കെ വളരെ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം. എത്ര വലിയ ആരോഗ്യ പ്രതിസന്ധിയെയും തരണം ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് വരുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും പറ്റുന്ന ഏറ്റവും നല്ല കാലഘട്ടം. ഇത്രയും നാൾ കുംഭം രാശിക്കാരായി നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരുന്നത് തീരെ പ്രതീക്ഷിക്കാത്ത, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് കരുതാത്ത നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിൽ കർക്കിടകം 1 മുതൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. ഈശ്വരാനുഗ്രഹം ധാരാളമുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ നേരിടുന്ന, ഏതുതരം പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുംഭം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ മാറ്റം അനുഭവത്തിൽ വരും. മാനസികവുമായും ശാരീരികവുമായും സാമ്പത്തികപരമായും ദാമ്പത്യപരമായിട്ടും ഒക്കെ നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും കുംഭം രാശിക്കാർക്ക് ലഭിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലത്തിൻ്റെ ആരംഭം. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ഒരാശങ്കകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നല്ല വിവാഹം, ഇതൊക്കെ നടക്കുന്ന ഒരു മംഗളകരമായ സമയവുമാണ്.
ഈ ഒരു സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ ഇപ്പോൾ ഏത് ദശാകാലഘട്ടമാണ് നടക്കുന്നത്, ശുഭദശയാണോ പാപദശയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി ആ ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉത്തമമായ മാറ്റങ്ങൾ ഓരോരുത്തർക്കും വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമാണ് കർക്കിടകം 1 മുതൽ അനുഭവത്തിൽ വരുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല രീതിയിൽ പരിശ്രമിച്ച് ജീവിത വിജയം നേടുക. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും കർക്കിടകം 1 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സമയം കർക്കിടകം 1 മുതൽ വളരെ അനുകൂലത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. മീനം രാശിക്കാർക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈയൊരു കർക്കിടകം 1 മുതൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് അനുഭവത്തിൽ ലഭിക്കുക. 7 ശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ് മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾ. അതിൽ ജന്മശനി കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ശനി വക്രത്തിൽ പോകുമ്പോൾ ജന്മശനി ദോഷം വിട്ടുമാറും. കൂട്ടത്തിൽ നിങ്ങൾക്ക് കർക്കിടക മാസം 1-ാം തീയതി മുതൽ ആ ഒരു ഈശ്വരാനുഗ്രഹം കൂടെ പൂർണ്ണമായിട്ട് വന്നു ചേരുമ്പോൾ മീനം രാശിക്കാരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും പൂർണ്ണമായി വിട്ടൊഴിയുന്ന കാലഘട്ടമെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാം. മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾ ആർക്കൊക്കെയാണോ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവത്തിലുള്ളത്, അതായത് ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ കർക്കിടകം 1 മുതൽ നിങ്ങളുടെ ആ ഒരു യോഗ്യതയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്ന സമയം. പലരെയും സംബന്ധിച്ച് അവരവരുടെ ജോലിയിൽ കർമ്മത്തിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ജോലിയിലൊരു ഉയർച്ച, സ്ഥാനക്കയറ്റം, പദവി ഉയർച്ച ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു സ്ഥാനമാറ്റം, ഇടമാറ്റം ലഭിക്കും. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കൊക്കെ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും സമയം വളരെ ഉത്തമമാണ്. സ്വന്തമായി ബിസിനസ്സൊക്കെ ചെയ്യുന്ന മീനം രാശിക്കാരെ സംബന്ധിച്ചും ആ ബിസിനസ് മേഖലയിൽ ഉണ്ടാകുന്ന ആ പ്രയാസങ്ങൾ, തടസ്സങ്ങൾ വിട്ടുമാറും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകും. നല്ല ജീവിത ഉയർച്ച, സാമ്പത്തിക പുരോഗതി വന്നു ചേരുന്ന സമയമാണ്. മീനം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും കർക്കിടകം 1 മുതൽ മുന്നോട്ടുള്ള സമയം പലർക്കും ആഗ്രഹിച്ച ഒരു ജോലി ലഭിക്കുന്ന സമയം, അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ പുതിയ തൊഴിൽ സംരംഭങ്ങളോ ബിസിനസ്സുകളോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് കർക്കിടകം 1 മുതൽ ഈശ്വരാനുഗ്രഹം അത്രമേൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദേശ ജോലി ലഭിക്കുക, വിദേശവാസം ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന മീനം രാശിക്കാർക്കും നിങ്ങളുടെ കർമ്മ മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും വിട്ടുമാറും. അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില വ്യക്തികളെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ധാരാളം അലട്ടുന്നവരുണ്ട് മീനം രാശിക്കാർ. അവരെ സംബന്ധിച്ച് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതിനുവേണ്ടി പണം മുടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കുക, ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു കാലഘട്ടമാണ്. ശാരീരികമായിട്ട് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ കടബാധ്യതകൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു മോചനം ലഭിക്കുക. നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതിലൊരു സുഖം, സമാധാനം ലഭിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന കാലതാമസം വിട്ടുമാറും. കർക്കിടകം 1 മുതൽ മുന്നോട്ട് നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഭൂമി, ഗൃഹം സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങളും മീനം രാശിക്കാർക്ക് വിട്ടുമാറുന്ന സമയമാണ്. ശരീരത്തിനും മനസ്സിനും ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് മീനം രാശിക്കാർക്ക് കർക്കിടകം 1 മുതൽ അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് കൊണ്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഒരുപാട് വലിയ നന്മകൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് ചെയ്യുന്ന കർമ്മം സംബന്ധിച്ചും ദാമ്പത്യം സംബന്ധിച്ചും ആരോഗ്യം സംബന്ധിച്ചും ഒക്കെ ഒരു നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഈ 7 ശനി തുടങ്ങിയ കാലം മുതൽ ഒരു സുഖാനുഭവങ്ങൾ എന്തെന്ന് അറിയാത്ത വ്യക്തികളാണ് മീനം രാശിക്കാർ. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ഈശ്വരാനുഗ്രഹം കൊണ്ട് മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം ലഭിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ, നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. ഇപ്പോൾ താമസിക്കുന്ന ഭവനമൊക്കെ ഒന്ന് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയൊക്കെ വന്നു ചേരുകയും അതൊക്കെ നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും.
കർക്കിടകം 1 മുതൽ നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ഒരുപോലെ അത് വന്നു ചേരുന്ന സമയമാണ്. നിങ്ങൾ ജീവിതത്തിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇപ്പോൾ അനുഭവിക്കുന്നത്, പലർക്കും പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികളായിരിക്കും. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. അതിനൊക്കെ ഈശ്വരൻ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാൻ, തരണം ചെയ്യാൻ നല്ലൊരു വഴി തെളിച്ചു തരുന്ന സമയം. ഈ സമയത്ത് മീനം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരും ഈ സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം നോക്കി നിങ്ങൾക്ക് നല്ല ദശാകാലഘട്ടമാണോ നടക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ദശ നടത്തുന്ന ഗ്രഹം ശുഭനാണോ പാപനാണോ, ജാതകവശാൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ ജാതകപ്രകാരം ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്താൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട പൂരിരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കർക്കിടകം 1 മുതൽ സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.